ഖുർആൻ പരമ്പരയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽ ബഖറയിലെ 124 മുതൽ 130 വരെയുള്ള വാക്യങ്ങൾ വായിച്ച ശേഷം അബ്രഹാമിൻ്റെ കഥ ബൈബിളിൽ നിന്നും കോപ്പി അടിച്ചപ്പോൾ മുഹമ്മദ് അതിൽ ഒരുപാട് വളച്ചൊടിക്കലുകളും തരികിടകളും കാണിച്ചതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നുവെന്നും അതിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നുവെന്നും അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു എന്നുമൊക്കെ വിശദമായിട്ട് പറയുകയുണ്ടായി. എന്നാൽ നമ്മൾ വായിച്ച വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സമയം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ച് അതിൻ്റെ വിശകലനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. 124-ാമത്തെ വാക്യം. ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും. അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും. അള്ളാഹു പറഞ്ഞു, എൻ്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. ഇവിടെ ഇബ്രാഹീമിനെ അള്ളാഹു ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു എന്നും അത് അദ്ദേഹം നിറവേറ്റി എന്ന് പറയുന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ട്. അബ്രഹാമും യഹോവ എന്ന ഇസ്രായേല്യരുടെ ഗോത്രദൈവവും തമ്മിലുള്ള കരാറുകളും പരീക്ഷണങ്ങളും കൽപ്പനകളും എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ ബൈബിളിലൂടെ വായിച്ചു. അവിടെ കാര്യമായിട്ടും ഹോമങ്ങൾ നടത്തേണ്ടത് എങ്ങനെ, യാഗം നടത്തേണ്ടത് എങ്ങനെ, അബ്രഹാമിൻ്റെ ആൺമക്കളെയും അബ്രഹാം വീട്ടിൽ വളർത്തുന്ന അടിമകളെയും വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന അടിമകളെയും ഒക്കെ എങ്ങനെയാണ് പരിച്ഛേദന ചെയ്യേണ്ടത്, അത് യഹോവയുടെ അടയാളമായിട്ട് എങ്ങനെയാണ് നിലനിർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ വായിച്ചത്. എന്നാൽ യഹോവ അള്ളാഹുവായി മാറുകയും എബ്രഹാം ഇബ്രാഹീമായി മാറുകയും ചെയ്തപ്പോൾ മുഹമ്മദ് അള്ളാഹു ഇബ്രാഹീമിനോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്നും പറഞ്ഞത് ഇതൊന്നുമല്ല. അവിടെ 2-3 തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ. ഒന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചത് ഇബ്രാഹീമിനോടും ഇബ്രാഹീമിൻ്റെ മക്കളോടുമൊക്കെ ഗുഹ്യരോമം വടിച്ചു കളയണം, മീശ വടിച്ചു കളയണം, താടി നീട്ടിവെക്കണം, കക്ഷം വടിച്ചു കളയണം, നഖം മുറിക്കണം, പല്ല് തേക്കണം, മൂക്കിൽ വെള്ളം കയറ്റണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാണ്. അതൊക്കെ ഇബ്രാഹിം വളരെ കൃത്യമായിട്ട് പാലിച്ചു എന്നാണ് ഒരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം ഇബ്രാഹീമിൻ്റെ ബാപ്പയെ ചീത്ത പറഞ്ഞ് ഒഴിവാക്കി എന്നുള്ളതാണ്. കാരണം ബാപ്പ വിഗ്രഹാരാധകനും സിർക്കനും ആയതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് സ്വന്തം ബാപ്പയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഇബ്രാഹിം കൽപ്പന അനുസരിച്ചതിൻ്റെ വലിയൊരു തെളിവായിട്ട് അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന് നമ്രൂദ് എന്ന് പറയുന്ന അവിടുത്തെ ബാബിലോണിയയിലെ രാജാവുമായിട്ട് വഴക്കിടാൻ പോയി, സിർക്കും തോഹീദും പറഞ്ഞ് വഴക്കിടാൻ പോയി എന്നുള്ളതാണ് രണ്ടാമത്തെ കൽപ്പനയായിട്ട് പറയുന്നത്. പിന്നെ അബ്രഹാമിനെ നമ്രൂദ് തീയിലിട്ടപ്പോൾ അബ്രഹാം അത് ക്ഷമിച്ചപ്പോൾ അള്ളാഹു ഫയർ എസ്കേപ്പ് നടത്തി മാജിക്ക് കാണിച്ച് രക്ഷപ്പെടുത്തി. അപ്പോൾ ക്ഷമിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ നാട് വിട്ടോളാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നാട് വിട്ടുപോയി. പിന്നെ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് അള്ളാഹിൻ്റെ അതിഥികളായിട്ട് മലക്കുകൾ വന്നപ്പോൾ അവർക്ക് പോത്തിന് അറുത്ത് കൊടുത്തിട്ട് ബിരിയാണി കൊടുത്തിട്ടൊക്കെ സൽക്കരിച്ചു. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും നമ്മൾ അതിൻ്റെ പുറകെ വല്ലാതെ പോകുന്നില്ല. അദ്ദേഹത്തോട് നിന്നെ മനുഷ്യർക്ക് നേതാവാക്കും എന്ന് പറഞ്ഞു ആര്? ഈ അള്ളാഹു. അത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം വേറൊരു ആവശ്യം കൂടെ കൂട്ടത്തിൽ ഉന്നയിക്കുകയാണ്, എൻ്റെ മക്കളെയും കൂടെ നേതാവാക്കണം. അതെന്തിനാണ് അവിടെ കൊണ്ടുവന്ന് തിരികിയത്? ഇബ്രാഹീമിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇസ്മായേലും ഇസ്ഹാക്കും അവരുടെ സന്തതി പരമ്പരകളും എല്ലാം ഉൾപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ ഇസ്മായേലിൻ്റെ പരമ്പരയിൽ കൂടെ വരുന്ന ആൾക്കാർ എന്ന് സ്വയം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദിനും നേതാവാകാനുള്ളൊരു പ്രൊവിഷൻ അവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അള്ളാഹിനോട് എൻ്റെ മക്കളെയും കൂടെ നേതാവാക്കണം എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു എന്നൊരു സാധനം അവിടെ തിരികിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ അള്ളാഹു ഒരു കുത്തുവാക്കും കൂടെ പറയുന്നുണ്ട്. അതൊക്കെ ശരി, ഞാൻ ആക്കിത്തരാം, പക്ഷേ അക്രമകാരികൾക്ക് ഇത് ബാധകമാവില്ല. അതാരെ ഉദ്ദേശിച്ചാണ്? അതിപ്പോൾ തൽക്കാലം മദീനയിൽ മുഹമ്മദിനെ പഞ്ഞിക്കിട്ട ജൂതന്മാരെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ മുഹമ്മദിനെ പഞ്ഞിക്കിട്ട ജൂതന്മാർ ആ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരെ ഇനി ആ നേതാക്കന്മാരാക്കൂല,
മറിച്ച് എബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് വരുന്ന എല്ലാവരെയും ഞാൻ നേതാവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് ഈ കഥയെ ട്വിസ്റ്റ് ചെയ്തിട്ട് മുഹമ്മദിലേക്ക് കൊണ്ടുവന്ന് ചാർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ വരികൾക്കിടയിലൊന്നും വായിക്കേണ്ട, നേരിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇബ്രാഹീമിനെയും ഇബ്രാഹീമിൻ്റെ ജനതയെയും ഇബ്രാഹീമിൻ്റെ സന്തതി പരമ്പരകളെയും മാത്രമാണ് അള്ളാഹു ഉത്കൃഷ്ട ജനതയായിട്ടും നേതാക്കന്മാരായിട്ടും ഒക്കെ നിശ്ചയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ അബ്രഹാം പരമ്പരയും അതിൽപ്പെട്ട ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ബാബിലോണിയയിലും അതിൻ്റെ പരിസരത്തും ഒരു ടാവട്ടത്തിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യരുടെ കഥയാണ്. എന്നാൽ ലോകത്ത് അതിനു മുമ്പും ആ കാലത്തും ഒക്കെ കോടിക്കണക്കിന് തന്നെ മനുഷ്യന്മാർ പല ഭാഗത്തും പല ഗോത്രത്തിൽപ്പെട്ട മനുഷ്യരും പല വംശത്തിൽപ്പെട്ട മനുഷ്യരും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോന് അല്ലെങ്കിൽ യഹോവ എന്ന് പറയുന്ന ഗോത്ര പടച്ചോന് ഈ അബ്രഹാമിൻ്റെ പരമ്പര ഈ ഇസ്രായേലിയർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗോത്രവും അല്ലാതെ മറ്റു ലോകത്തുള്ള മനുഷ്യരെ ഒന്നും മനുഷ്യരായിട്ട് കാണാനോ അവർക്ക് ഈ പറയുന്നതൊന്നും കൃത്യമായിട്ട് ബാധകമാണെന്ന് പറയാനോ ഉള്ള യാതൊരു വിശാല മനസ്കതയും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അപ്പോൾ ഒരു ഗോത്രദൈവം വേറൊരു ഗോത്രദൈവമായിട്ട് പരിണമിക്കുമ്പോഴും ആ ഗോത്രദൈവത്തിൻ്റെ സ്വഭാവം വിടുന്നില്ല. മൂപ്പര് ചില കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ചില തറവാട്ടുകാർക്ക് വേണ്ടിയിട്ടും നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കുട്ടി ദൈവമായിട്ട് തന്നെ വീണ്ടും മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത വാക്യം 125. ആ ഭവനത്തെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നിശ്ചയിക്കുകയും ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരവേദിയായി സ്വീകരിക്കുക. ഇബ്രാഹിമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് ചെയ്യുന്നവർക്കും ഈത്തിക്കാഫ് ഇരിക്കുന്നവർക്കും തലകുനിച്ച് സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു. ഇവിടെ ആ ഭവനത്തെ എന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് മക്കയിലെ കഅബയാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതാണെങ്കിൽ പിന്നെ മക്കയിലെ കഅബ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി. ഖുർആനിൽ എവിടെയും മക്കയിലെ കഅബ എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ചിലയിടത്ത് ബക്ക എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ വളച്ചു തിരിച്ച് പറയുന്നത്? നേരെ ചൊവ്വ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന കാര്യം ദുരൂഹമാണ്. അതോ ഇനി ഇത് കഅബയെക്കുറിച്ചല്ല വേറെ എന്തിനെക്കുറിച്ചാണെങ്കിലും ആണോ പറഞ്ഞത് എന്ന് പോലും സംശയിക്കാവുന്നതാണ്. എന്തായാലും ഇവിടെ മുഹമ്മദ് വളരെ ബോധപൂർവം അബ്രഹാമിനെ കൊണ്ടുവന്നിട്ട് മക്കയിലും കഅബയിലും വെച്ച് കെട്ടുകയാണ്, ഏച്ച് കെട്ടുകയാണ്. ആ ഏച്ച് കൂട്ടലിലൂടെയാണ് മുഹമ്മദിൻ്റെ മതം പിന്നീട് കഅബയെ കേന്ദ്രീകരിച്ച് മക്കയെ കേന്ദ്രീകരിച്ചുള്ള ഒരു മതമാക്കി മാറ്റുന്നത്. മുഹമ്മദിന് നന്നായിട്ട് അറിയാമായിരുന്നു കഅബ എന്ന് പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളുടെ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്നു എന്ന്. അവിടെ മുഹമ്മദ് ഈ പറയുന്ന അബ്രഹാമോ അല്ലെങ്കിൽ ഇസ്മായേലോ വന്ന് കഅബ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന കഥ മുഹമ്മദ് കരുതി കൂട്ടി മെനഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ്. ആ കള്ളക്കഥ മെനയാൻ കാരണം ജൂതന്മാരുമായി തെറ്റിയപ്പോൾ അവരുടെ കിബില ഒഴിവാക്കിയ സമയത്ത് മുഹമ്മദിന് വേറൊരു കിബില വേണ്ടിയിരുന്നു, വേറൊരു കേന്ദ്രം വേണ്ടിയിരുന്നു. ആ കേന്ദ്രമായിട്ട് മുഹമ്മദിന് സ്വന്തം കുടുംബക്ഷേത്രത്തെ സ്ഥാപിക്കണം എന്ന താല്പര്യം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. കാരണം മുഹമ്മദ് ഈ സംരംഭം തുടങ്ങുമ്പോൾ തന്നെ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം കഅബയുടെ ഒരു നേതൃത്വം, ആ മക്കയിലെ ഒരു നേതാവ് എന്നതായിരുന്നു. പിന്നീടാണ് അതിന് വേറെ മാനങ്ങളൊക്കെ കൈവന്നത്. പിന്നീടുള്ള മുന്നോട്ട് പോക്കിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറിയപ്പോഴാണ് മുഹമ്മദ് വേറൊന്നൊക്കെ ആക്കി മാറ്റിയത്. അപ്പോഴും മുഹമ്മദിൻ്റെ മനസ്സിൽ ആ ഒരു സിർക്കിൻ്റെ ഹാങ് ഓവർ വിട്ടുപോയിട്ടില്ല, കഅബയുടെ ഹാങ് ഓവർ വിട്ടുപോയിട്ടില്ല. അതിനെ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി നേരത്തെ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന ജൂത കഥയെ അതിലേക്ക് കൊണ്ടുവന്ന് ഏച്ച് കെട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കഅബ പണിതത് ഇബ്രാഹീമും ഇസ്മായിലുമാണ് എന്നുള്ള കഥ കൊണ്ടുവരുന്നത്. ഇവിടെ വത്തഹിദു മിൻ മക്കാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹീമിൻ്റെ മക്കാമിനെ മുസല്ലയാക്കുക എന്ന വാക്യത്തെയാണ് ഇവിടെ നിസ്കാര കേന്ദ്രമായിട്ട് ഇബ്രാഹിമിൻ്റെ കല്ല്, ഇബ്രാഹിം പ്രാർത്ഥിച്ച സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു കല്ലാണെന്ന് പറയുന്നു. അത് അബ്രഹാം കഅബ പണിയുമ്പോൾ മകൻ ബാപ്പാക്ക് കയറി നിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്ത കല്ലാണ് എന്ന് പറയുന്നു. ആ കല്ലുമ്മ ചവിട്ടി നിന്നിട്ടാണ് പടവ് നടത്തിയത് എന്നൊക്കെ പറയുന്ന കഥകളുണ്ട്. എന്തായാലും ആ കല്ല് അവിടെ കഅബയിൽ ഉണ്ടായിരുന്നു, കഅബയുടെ ഒരു മൂലയിലോ പുറത്തൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ആ കല്ലിനെ നോക്കിക്കൊണ്ട് ഉമ്മറാണ് ഇത് പറഞ്ഞത്. ഇവിടെ ഞാൻ ഈ വായിച്ച വാക്യം വത്തഹിദു മിൻ മക്കാമി ഇബ്രാഹീമ മുസല്ല എന്ന് പറഞ്ഞ ഖുർആനിലെ ഈ വാക്യ കഷ്ണം അള്ളാഹ് ഇറക്കിയതല്ല, അത് ഉമ്മർ പറഞ്ഞിട്ട് ഇറക്കിച്ചതാണ്. അതിൻ്റെ കോമഡി
ബുഖാരിയുടെ ഹദീസിലുണ്ട്, അതിവിടെ ഇബ്നു കസീറൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ ഒരുപാട് ആയത്തുകൾ മുഹമ്മദിനോട് പറഞ്ഞ് ഇറക്കിച്ചിട്ടുണ്ട്. അതിൻ്റെ പോരിശ ഉമർ പറയുന്നതായിട്ട് ഹദീസുണ്ട്. ആ ഹദീസാണ് നമ്മുടെ ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. നോക്കുക, അത് ഈ ആയത്തിൻ്റെ അനുബന്ധമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടേക്ക് യു പീപ്പിൾ ദ മഖാം ഓഫ് ഇബ്രാഹിം ആസ് എ പ്ലേസ് ഓഫ് പ്രെയർ, മീനിങ് they returned to it repeatedly. He then narrated that Anas bin Malik said that Umar bin al-Khattab said, I agreed with my Lord, or my Lord agreed with me regarding 3 matters. I said, O Messenger of Allah, I wish you take the maqam of Ibrahim a place of prayer. The ayah wattakhidhu wa min maqam Ibrahim musalla was revealed. അപ്പോൾ ഈ മഖാമു ഇബ്രാഹിമിനെ ഒരു മുസല്ലയാക്കണം, ഒരു നിസ്കാര സ്ഥലമാക്കണം എന്ന് ഞാൻ പ്രവാചകനോട് പറഞ്ഞപ്പോൾ അത് മുസല്ലയാക്കിയിരിക്കുന്നു എന്ന ഒരു ആയത്ത് അങ്ങോട്ട് ഇറങ്ങി എന്നാണ് ഉമർ പറഞ്ഞത്. ഇനി ഉമർ വീണ്ടും പറയുന്നു, ഐ ആൾസോ സെറ്റ്, ഓ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്, ദ റൈറ്റിയേഴ്സ് ആൻഡ് ദ വിക്കഡ് എൻ്റർ യുവർ ഹൗസ്. ഐ വിഷ് യു വുഡ് കമാൻഡ് ദ മദേഴ്സ് ഓഫ് ദ ബിലീവേഴ്സ്, ദാറ്റ് ഈസ് ദ പ്രോഫറ്റ്സ് വൈഫ്സ്, ടു വെയർ ഹിജാബ്. Allah sent down the ayah that required the hijab. അപ്പോൾ പ്രവാചകൻ്റെ വീട്ടിൽ നല്ല മനുഷ്യന്മാർ ചീത്ത മനുഷ്യന്മാരൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ്റെ ഭാര്യമാർക്ക് ഹിജാബ് നിർബന്ധമാക്കി ഒരായത്തിറക്കണം എന്ന് ഉമർ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരായത്തും അള്ളാഹ് ഇറക്കി എന്ന് ഉമർ പറയുന്നു. ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ ആയത്ത്, ഉമർ പറഞ്ഞ രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്ത്, ആൻഡ് വെൻ ഐ ന്യൂ ദാറ്റ് ദ പ്രോഫറ്റ് വാസ് ആംഗ്രി വിത്ത് സം ഹിസ് വോയിസ്, I came to them and said, either you stop what you are doing or Allah will endow his messenger with better women than you are. I advised one of his wives and she said to me, O Umar, does the messenger of Allah not know how to advise his wives so that you have to do job instead of him? Allah then revealed, it may be he divorced you, that his Lord will give him instead of you wives better than you. അപ്പോൾ മുഹമ്മദും ഭാര്യമാരും തമ്മിൽ പിണങ്ങിയിരിക്കുന്ന സമയത്ത് ഉമർ വന്നിട്ട് മുഹമ്മദിൻ്റെ ഭാര്യമാരെ ചീത്ത പറഞ്ഞപ്പോൾ ഉമർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിൽ നിങ്ങളെ മുഴുവൻ ഡൈവോഴ്സ് ചെയ്തിട്ട് നിങ്ങളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് വേറെ നല്ല നിങ്ങളെക്കാട്ടും നല്ല പെണ്ണുങ്ങളെ മൂപ്പർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യമാരിൽ ഒരുത്തി ഉമറിനോട് പറഞ്ഞു, ഇതൊക്കെ പറയാൻ നിങ്ങളാരാണ്, അതൊക്കെ അങ്ങേരുടെ ഭാര്യമാരോട് അങ്ങേര് പറഞ്ഞോളൂലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചടിച്ചു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിന്ന മുഹമ്മദിന് ഉമർ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നി. അപ്പോൾ തന്നെ ആയത്തിറക്കി. ഉമർ പറഞ്ഞ അതേ കാര്യങ്ങൾ ആയത്തിറക്കി, നിങ്ങൾക്ക് അള്ളാഹിനനുസരിച്ച് അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ച് നിൽക്കാൻ വയ്യെങ്കിൽ മൂപ്പരെ കാര്യം നിർപ്പിച്ചിട്ട് മൂപ്പരെ കൊണ്ട് നിങ്ങളെക്കാട്ടിലും നല്ല പെണ്ണുങ്ങളെ ഞാൻ കെട്ടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ആയത്തിറക്കി. ഈ 3 ആയത്തുകളും ഉമർ പറഞ്ഞിട്ട് അള്ളാഹ് ഇറക്കിയതാണ്. ഉമർ പറഞ്ഞ് നബി കേട്ട് അള്ളാഹ് കാര്യം മനസ്സിലാക്കി അള്ളാഹ് ഇറക്കിയതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ പൊളിയുന്നത് എന്താണ്? ഖുർആൻ്റെ അടിത്തറയാണ്. കാരണം ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നാണ് വിശ്വാസം. അതും എങ്ങനെ എജ്ജാതി വചനങ്ങളാണ്, ദൈവം പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ലൗഹുൽ മഹ്ഫൂദ് എഴുതി വെച്ച വചനങ്ങളാണ് എന്നാണ് പറയുന്നത്. അത് ജിബ്രീൽ അവിടെ നിന്ന് കണ്ട് താങ്ങിക്കൊണ്ടുവന്നിട്ട് മുഹമ്മദിന് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നതാണ് എന്നാണ് വിശ്വാസം. ഇവിടെ അതെല്ലാം പൊളിയാണ്. കാരണം ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹ് എഴുതി വെച്ച വാക്യങ്ങളാണ് ഖുർആനിലുള്ളതെങ്കിൽ അതെങ്ങനെ ഉമറിന് കിട്ടിയത്? അതല്ല ഉമർ പറഞ്ഞത്, ഉമർ പറഞ്ഞപ്പോൾ അത് തിരക്കടില്ല എന്ന് തോന്നിയിട്ട് അപ്പം ഇറക്കിയതാണ് ആയത്തെങ്കിൽ ഇതെങ്ങനെയാണ് മുൻകൂട്ടി ലൗഹുൽ മഹ്ഫൂദിലുള്ള ആയത്തുകളാവുക? അപ്പോൾ ഇതെല്ലാം ഖുർആനെ കുറിച്ചുള്ള ഈ തള്ളുകളും അവകാശവാദങ്ങളും പൊളിക്കുന്നതാണ്. മുഹമ്മദിന് അപ്പോൾ തോന്നിയിരുന്ന കാര്യങ്ങൾ, അത് ഉമർ പറഞ്ഞാലും ശരി, നാട്ടുകാർ പറഞ്ഞാലും ശരി, വേറെ ആരെങ്കിലും പറഞ്ഞാലും ശരി, അത് കൊള്ളാൻ തോന്നിയാൽ അപ്പോൾ അത് ആയത്തായിട്ട് ഇറക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദിൻ്റെ പരിപാടി. ഖുർആനെ കുറിച്ചുള്ള ഈ അവകാശവാദങ്ങളൊക്കെ എത്രമാത്രം പൊള്ളയാണ് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ഇതാണ് മഖാമു ഇബ്രാഹിമിൻ്റെ കഥ. ഇനി 126, എൻ്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം. അള്ളാഹു പറഞ്ഞു, അവിശ്വസിച്ചവനും ഞാൻ ആഹാരം നൽകുന്നതാണ്, പക്ഷേ അല്പകാലത്തെ ജീവിത സുഖം മാത്രമാണ് അവന് ഞാൻ നൽകുക, പിന്നീട് നരകശിക്ഷ ഏൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്, ചെന്നു ചേരാനുള്ള സ്ഥലം വളരെ ചീത്ത തന്നെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഹമ്മദിൻ്റെ തരികിട മുഴുവൻ ഒപ്പിക്കുകയാണ്. അതായത് ഇബ്രാഹിമിനെ കൊണ്ടുവന്ന് കഅബയിൽ വെച്ച് കെട്ടി, എന്നിട്ട് കഅബ നിർമ്മാണം നടക്കുമ്പോൾ ഇബ്രാഹിം
ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദിന് അവിടെ പറയാനുള്ള നുണ മുഴുവൻ ഇബ്രാഹിമിൻ്റെ വായിലും അള്ളാഹിൻ്റെ വായിലും വെച്ച് കെട്ടി അവതരിപ്പിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിൽപ്പെട്ടതാണിത്. ഇവിടെ ഇതൊരു നിർഭയ കേന്ദ്രമാക്കണം എന്ന് ഇബ്രാഹിം കഅബ പണിയുമ്പോൾ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. കഅബയ്ക്ക് ചുറ്റുമുള്ള മക്കയിലെ പുണ്യപ്രദേശവും ഒരു നിർഭയ കേന്ദ്രമായിട്ട് കണക്കാക്കിയിരുന്നതും അവിടെ അക്രമം പാടില്ല, കൊള്ള പാടില്ല, യുദ്ധം പാടില്ല, ചോര ചിന്താൻ പാടില്ല, അവിടെ മരം വെട്ടാൻ പാടില്ല, പുല്ല് പറിക്കാൻ പോലും പാടില്ല, അവിടെ അഭയം തേടുന്ന ആളുകളെ ആരായാലും ശരി, എത്ര വലിയ കുറ്റവാളിയായാലും ശരി, ആ കഅബയിൽ അഭയം തേടുന്ന ആളുകളെ ആരും കൊല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല എന്നതൊക്കെ മക്കയിൽ ഈ ഖുറൈശികൾ, അതായത് അവിടുത്തെ പാഗൻ അറബികളായിട്ടുള്ള ഈ വിഗ്രഹാരാധകരായിട്ടുള്ള മക്കക്കാരുടെ ഒരു നാട്ടുമര്യാദയും നാട്ടാചാരവുമായിരുന്നു. എല്ലാവരും വളരെ കൃത്യമായി പാലിച്ചു പോന്നിരുന്ന അവിടുത്തെ ഒരു നാട്ടുമര്യാദയായിരുന്നു അത്. ആ ക്ഷേത്രവും പരിസരവും പരിശുദ്ധമാക്കി വെക്കുകയും അവിടെ എല്ലാവർക്കും വന്ന് തീർത്ഥാടനം നടത്താൻ സൗകര്യമൊരുക്കുകയും കച്ചവടം നടത്താൻ സൗകര്യമൊരുക്കുകയും അവിടെ എല്ലാവരും കൊള്ളക്കാരിൽ നിന്നും അക്രമികളിൽ നിന്നും സുരക്ഷിതരായിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നത് മക്കയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് മക്കയിലെ വിഗ്രഹാരാധകരായിരുന്ന മുശ്രിക്കുകളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ ക്ഷേത്രം പണിത അവരുണ്ടാക്കിയ മര്യാദയാണ്. ഇവിടെ അതിനെ വന്നിട്ട് മുഹമ്മദിൻ്റെ അള്ളാഹുവും ഇബ്രാഹിമും കൂടെ ഹൈജാക്ക് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. മുഹമ്മദ് ഒപ്പിക്കുന്ന തരികിടയാണിത്. അവിടെ എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് വന്ന് ഇതിൻ്റെയൊക്കെ ആൾ നമ്മളാണ് എന്ന് പറഞ്ഞ് അബ്രഹാമിനെയും കൊണ്ട് അള്ളാഹു കയറി വരികയാണ്. അവിടെ യഥാർത്ഥത്തിൽ നടന്നിരുന്ന ആ നാട്ടുമര്യാദകളൊക്കെ അവിടുത്തെ പേഗൻ അറബികളുടെ മര്യാദകളായിരുന്നു. ആ ക്ഷേത്രം അവർ നിർമ്മിച്ചതായിരുന്നു, അവരുടെ പൂർവീകർ നിർമ്മിച്ചതായിരുന്നു, അവർ വിഗ്രഹാരാധന തുടരുന്ന ക്ഷേത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അബ്രഹാമിൻ്റെയും അള്ളാഹുവിൻ്റെയും തൗഹീദിൻ്റെയും കഥ മുഹമ്മദ് ഏച്ചുകെട്ടി ഉണ്ടാക്കുകയാണ്. കാരണം മുഹമ്മദ് ഇതുവരെ പറഞ്ഞ കഥകളും അത് പരാജയപ്പെട്ടപ്പോൾ ഇനി കഅബ കേന്ദ്രമാക്കി ഉണ്ടാക്കാൻ പോകുന്ന പുതിയ കഥകളും തമ്മിൽ കോർത്തിണക്കാൻ വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കുന്ന കള്ളക്കഥകളെ മുഹമ്മദ് ഇങ്ങനെ ഒരു നറേഷനിലൂടെ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനാ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് മുഹമ്മദ് തിരികെ വേറൊരു വാചകം നോക്കുക. അള്ളാഹുവിലും അന്ത്യദിനത്തെയും വിശ്വസിക്കുന്നവർക്ക് നീ ആഹാരം നൽകണമേ എന്ന് മക്കയിൽ കഅബ ഉണ്ടാക്കുമ്പോൾ ഇബ്രാഹിം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? അവിശ്വസിച്ചവനും എന്ന് കൂട്ടിച്ചേർത്തു. എന്തിനാണ് ഈ വിശ്വസിച്ചവർക്ക് ആഹാരം നൽകണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അവിശ്വസികൾക്കും ഞാൻ ആഹാരം നൽകുമെന്ന് പറയുന്നത്? അത് മുഹമ്മദിൻ്റെ ഒരു യുക്തിന്യായമാണ്. കാരണം മുഹമ്മദിനോട് മക്കയിൽ 13 കൊല്ലക്കാലം മക്കക്കാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. മുഹമ്മദ് പറയുന്നത് പോലെ ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതിരുന്നാൽ, മുഹമ്മദിനെ അംഗീകരിക്കാതിരുന്നാൽ ഞങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ ശിക്ഷിക്കും, ഇഹലോകത്ത് വെച്ച് എന്നെ ശിക്ഷിക്കുമെന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ, എന്നിട്ടും ഞങ്ങളിവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ യാതൊരു ശിക്ഷയും കിട്ടുന്നില്ല, മുഹമ്മദിനേക്കാളും മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ദരിദ്രവാസികളെക്കാളും ഒക്കെ സമ്പന്നരായിട്ടും സമൃദ്ധരായിട്ടും ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുഹമ്മദിനെ നിരന്തരം അവർ കളിയാക്കിയിരുന്നു. ആ സാധനം മുഹമ്മദിൻ്റെ മനസ്സിലവിടെ കട്ട പിടിച്ച് കിടപ്പുണ്ട്. അതായത് മുഹമ്മദിലും മുഹമ്മദിൻ്റെ അള്ളാഹുവിലും വിശ്വസിച്ചവർക്ക് മാത്രമാണ് ഇഹലോകത്ത് സുഖവും സൗകര്യവും സമ്പത്തും കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അത് വിലപ്പോവില്ല എന്ന് മുമ്പിലുള്ള യാഥാർത്ഥ്യം മനസ്സിലുണ്ട് മുഹമ്മദിൻ്റെ. അത് വെച്ചുകൊണ്ട് മുഹമ്മദിനെ നിരവധി ആളുകൾ ചോദ്യം ചെയ്തിട്ടും പരിഹസിച്ചിട്ടുമുണ്ട്. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ അത് ഉറച്ചു കിടക്കുന്നുണ്ട്. ഇഹലോകത്ത് എല്ലാവർക്കും സുഖവും സമൃദ്ധിയൊക്കെ ലഭിക്കുന്നു, ഇവിടെ എല്ലാവർക്കും മഴ പെയ്യുമ്പോഴും അതുപോലെ എന്ത് അനുഗ്രഹം വരുമ്പോഴും അതുപോലെ നിഗ്രഹങ്ങൾ വരുമ്പോഴും അതൊക്കെ എല്ലാവരും ഒരുപോലെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വിശ്വാസി എന്നോ തൗഹീദ് ശിർക്ക് എന്നോ പരിഗണനയൊന്നും ഇല്ല എന്നുള്ളത് വസ്തുതകൾ മുമ്പിലുണ്ട്. അത് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്, നമുക്കൊക്കെ ഇപ്പോഴും ബോധ്യമാകുന്ന കാര്യമാണ്. അത് നോക്കിയിട്ടല്ല ഇവിടെ ദൈവം എന്തെങ്കിലും വിതരണം ചെയ്യുന്നത്. പക്ഷേ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കഥ ഇത് വിശ്വസിക്കാത്തവരെല്ലാം ദൈവം അങ്ങനെ അപ്പക്കപ്പളെ ശിക്ഷിക്കുമെന്ന കഥയാണ് പറഞ്ഞിരുന്നത്. അതും ഈ കഥയും തമ്മിൽ പൊരുത്തപ്പെടാവുകയും ആ പൊരുത്തക്കേട് ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതുകൊണ്ട് മുഹമ്മദിൻ്റെ മനസ്സിൽ സാധനം കിടപ്പുണ്ട്. ഏത്? അള്ളാഹു ആഹാരം നൽകുന്നത് വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും ആഹാരം നൽകുന്നു എന്ന് അവിടെ തിരികെ ചേർക്കുകയാണ്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് അവർക്ക് പരലോകത്താണ് ശിക്ഷ. ഇഹലോകത്ത് അള്ളാഹു ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കും, പക്ഷെ പരലോകത്താണ് ശിക്ഷ എന്ന ഒരു തിയറി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം ഇതിനകത്ത് തിരികെ ചേർത്തിട്ടുള്ളത്. പക്ഷേ അതും ഇതുവരെ ഖുർആനിൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന കഥയ്ക്ക് വിരുദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം.
127 ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിൻ്റെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇനി മുഹമ്മദിന് മക്കക്കാരോടും ജൂതന്മാരോടും പറയാനുള്ളത്, അതായത് കഅബയെ സംബന്ധിച്ചും കഅബയിലേക്ക് മുഹമ്മദിൻ്റെ മതത്തിൻ്റെ കേന്ദ്രവും കിബിലയും മാറ്റിയതിന് ന്യായീകരണമായിട്ടും മുഹമ്മദിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും തൊള്ളയിൽ വെച്ച് കെട്ടിയിട്ട് മുഹമ്മദ് കഥ പറയുകയാണ്. ഇവിടെ മുഹമ്മദ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ജൂത കഥയെ മുഹമ്മദ് ഇങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു മിമിക്രി അവതരിപ്പിച്ചുകൊണ്ട് മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. 129 ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കളിപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ, തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയാകുന്നു. ഇപ്പോൾ മുഹമ്മദിന് ദൂതനാവാനുള്ള പ്രൊവിഷനും കിട്ടിയില്ലേ? മുഹമ്മദിനെ ദൂതനാക്കാൻ അബ്രഹാമും ഇസ്മായിലും അന്ന് കഅബ ഉണ്ടാക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഇവിടെ നുണക്കഥ മെനഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ ഒരു സൂത്രപ്പണികൾ നോക്കൂ നിങ്ങൾ. മുഹമ്മദിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് മക്കക്കാരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇബ്രാഹിമിൻ്റെ ഇസ്മായിലിൻ്റെയും തൊള്ളയിൽ വെച്ച് കെട്ടിയിട്ട് പറയുകയാണ്. 130 സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിൻ്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, പരലോകത്ത് അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. ഇത് ജൂതന്മാർക്ക് നേരെയുള്ള തെറിപറച്ചിലാണ്. കാരണം ഇബ്രാഹിമിൻ്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടും ജൂതന്മാർ എന്നെ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ അവരെ ചീത്ത വിളിക്കുകയാണ്. മൂഢന്മാർ, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജൂതന്മാരെ അപഹസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 131 നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്, യഹോവയായിട്ട് എന്തൊക്കെയാണ് കരാറ് എന്നുള്ളതും നമ്മൾ ബൈബിളിൽ വായിച്ചു. അതൊന്നും മുഹമ്മദ് ഈ പറയുന്ന കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. 132 ഇബ്രാഹീമും യാക്കൂബും അവരുടെ സന്തതികളോട് ഇത് ഉപദേശിക്കുക കൂടി ചെയ്തു. എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. അവിടെ അബ്രഹാമിൻ്റെയും യാക്കൂബിൻ്റെയും ഒക്കെ സന്തതികളോട് നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിട്ട് മരിക്കാൻ ഇടവരണം എന്ന് അന്നേ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിങ്ങളാവുക, നിങ്ങൾ അവസാനം ഇസ്ലാം മതം സ്വീകരിക്കുക എന്നാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ പുത്രന്മാരോടും പരമ്പരകളോടും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മക്കയിൽ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി വരുന്നു, അവൻ വരുമ്പോൾ എല്ലാവരും കൂടെ അവൻ്റെ മതം സ്വീകരിക്കണമെന്നും അന്നേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് മുഹമ്മദ് ഇവിടെ മക്കയിൽ അബ്രഹാമിൻ്റെയും ഇസ്മായിലിൻ്റെയും തൊള്ള വാടകയ്ക്ക് എടുത്തുകൊണ്ട് നുണ പറയുന്നത്. 133 എനിക്ക് ശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കൂബ് മരണം ആസന്നമായ സന്ദർഭത്തിൽ തൻ്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നോ? അവർ പറഞ്ഞു, താങ്കളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇഷാക്കിൻ്റെയും ആരാധ്യനായ ഏകദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമായിരിക്കും. ഇതിൻ്റെ അവതരണ സന്ദർഭമായിട്ട് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ദിസ് വാസ് റിവീൽഡ് അബൌട്ട് ദ ജൂസ് വെൻ ദേ സെഡ്, ഡു യു നോട്ട് നോ ദാറ്റ് വെൻ ജേക്കബ് വാസ് അബൌട്ട് ടു ഡൈ ഹി അഡ്വൈസ്ഡ് ഹിസ് സൺസ് ടു ഫോളോ ജുഡായിസം. ഈ യാക്കൂബ് മരിക്കാൻ കിടക്കുമ്പോൾ ജൂതമതം സ്വീകരിക്കണം, ജൂതമതം അനുസരിച്ച് ജീവിക്കണം എന്ന അഡ്വൈസ് എന്ന ഉപദേശമാണ് ഇസ്രായേലിയർക്ക് നൽകിയിട്ടുള്ളത് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് ഈ വാക്യം. യാക്കൂബ് അങ്ങനെയല്ല പറഞ്ഞത്. യാക്കൂബ് പറഞ്ഞത് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം എന്നാണ് മരിക്കാൻ നേരത്ത് പറഞ്ഞത് എന്ന ഒരു നുണ ജൂതന്മാർക്ക് മറുപടിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. 134 അത് കഴിഞ്ഞു പോയ ഒരു സമുദായമാകുന്നു, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കും, അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. ഇവിടെ ജൂതന്മാരുമായിട്ടുള്ള തർക്കത്തിൽ ഏതാണ്ടൊക്കെ പരാജയപ്പെട്ട സമയത്ത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ജൂതന്മാരുടെ കഥയും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്, അതിനൊന്നും ഇനി നിങ്ങൾ
കാര്യമാക്കേണ്ടതില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക, നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് ജൂതന്മാരിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. 135 നിങ്ങൾ യഹൂദരോ ക്രൈസ്തവരോ ആയാലേ നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നീ പറയുക, അതല്ല, വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായിരുന്ന ഇബ്രാഹിമിൻ്റെ മാർഗമാണ് പിൻപറ്റേണ്ടത്. അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ജൂതന്മാർ ബഹുദൈവാരാധകരൊന്നല്ലല്ലോ. എന്നിട്ട് അവരോട് പറയുന്നതാണിത്. നിങ്ങൾ യഹൂദരോ ക്രൈസ്തവരോ ആയാലേ നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നീ പറയുക, അതല്ല, വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായിരുന്ന ഇബ്രാഹിമിൻ്റെ മാർഗമാണ്. അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല. അങ്ങനെ ഇബ്രാഹീമിനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് ഇബ്രാഹീമിൻ്റെ സന്തതി പരമ്പരയിൽ വന്നിട്ടുള്ള ഒറിജിനൽ പ്രവാചകൻ താനാണെന്നും ഒറിജിനൽ മതം ഞാനുണ്ടാക്കുന്ന ഇസ്ലാമാണ് എന്നും ജൂതന്മാരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് സ്വന്തം കൂടെ ഉള്ളവരെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ജൂതന്മാരെ നിങ്ങൾ ഒഴിവാക്കിക്കളയും, അവരുടെ കഥയൊക്കെ പണ്ട് കഴിഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇബ്രാഹിമിലൂടെ മുഹമ്മദിലേക്ക് ചാർത്തിക്കെട്ടുകയുമാണ് ഇവിടെ. ഇതിൻ്റെ സന്ദർഭം പറയുന്നത് ജൂതരും ക്രിസ്ത്യാനികളും അവരുടെ മതം മാത്രമാണ് ശരിയെന്ന് പരസ്പരം തർക്കിച്ചുകൊണ്ടാണെങ്കിലും പറയാറുണ്ടായിരുന്നു. ജൂതർ പറഞ്ഞാൽ അവരുടെ മതം മാത്രമാണ് ശരി, ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. അപ്പോൾ അത് രണ്ടും ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്നും പറഞ്ഞിട്ട് മൂന്നാമത്തെ സാധനം കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഇതിലെ കോമഡി എന്താ വെച്ചാൽ ഈ 3 സാധനം ഉണ്ടാക്കിയത് ഒരേ പഠിച്ചവനാണെന്നാണ് പറയുന്നത്. ഒരേ പഠിച്ചവൻ എന്തിനാണ് ഇങ്ങനെ 3 ഉണ്ടാക്കിയിട്ട് പരസ്പരം ആശയക്കുഴപ്പമുണ്ടാക്കി ലോകാവസാനം വരെ തമ്മിൽ തല്ലാൻ ഇടയാക്കിയത് എന്ന ചോദ്യം പല്ലെളിച്ച് അവിടെ നിൽക്കും. 137 നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷിമാത്സര്യം മാത്രമാകുന്നു. അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അള്ളാഹു മതി. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അത്രേ. മുഹമ്മദിനോട് അള്ളാഹു പറയുകയാണ്, മുഹമ്മദെ നീയും എൻ്റെ കൂടെ ഉള്ളവരും വിശ്വസിക്കുന്നത് അവർ വിശ്വസിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർ നേർമാർഗത്തിലായി. അതല്ല, അവരതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലോ അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ അള്ളാഹു മതി. എന്ന് വെച്ചാൽ അള്ളാഹു പരിപാടി തുടങ്ങാൻ പോവുകയാണ് എന്നർത്ഥം. അപ്പോൾ മനസ്സിൽ ജൂതരെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഈ കഥയെല്ലാം അവിടെ പറയുന്നത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. ജൂതർക്കെതിരായിട്ട് അക്രമം നടത്തി അവരെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനമെടുത്തതിന് ശേഷം അതിന് മക്കക്കാരെ മാനസികമായി പാകപ്പെടുത്തുക എന്നത് തന്നെയാണ് ഈ കഥ പറച്ചിലുകളുടെ മൊത്തം ലക്ഷ്യം എന്ന് വ്യക്തമാണ്. 138 അള്ളാഹു നൽകിയ വർണ്ണമാകുന്നു നമ്മുടേത്. അള്ളാഹുവേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട്? അവനെയാകുന്നു ഞങ്ങൾ ആരാധിക്കുന്നത്. ഇവിടെ യഹൂദരും ക്രിസ്ത്യാനികളും അവരവരുടെ മതമാണ് ശരിയെന്നതും ആ മതത്തിൻ്റെ പേരിൽ അവരവർക്കുണ്ടാക്കിയിരുന്ന അടയാളങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ മാമോദീസ മുക്കിക്കഴിഞ്ഞാൽ അവർ ശരിയായ വർണ്ണത്തിലെത്തി, അതായത് അവരാണ് ശരിയായ പാതയിൽ അതോടുകൂടി എത്തുന്നത്, അവർ പരിശുദ്ധരായി കഴിഞ്ഞു, പിന്നീട് അവർ നല്ല വഴിക്കാണ്, സന്മാർഗത്തിലായി എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജൂതന്മാരും അവരുടേതായ ചില ആചാരങ്ങൾ, അവരുടെ അഗ്രചർമ്മം ഛേദിക്കലും ഒക്കെയാണ് അവരുടെ ആചാരങ്ങൾ. അത്തരം ആചാരങ്ങൾ പറഞ്ഞുകൊണ്ട് അവരും ഇങ്ങനെ അവകാശപ്പെട്ടിരുന്നു, അത് ചെയ്യുന്നതോടുകൂടി ഞങ്ങൾ ദൈവത്തിൻ്റെ മാർഗത്തിലായി കഴിഞ്ഞു, ഞങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമായി കഴിഞ്ഞു, ഞങ്ങൾക്ക് ദൈവം ശുദ്ധമായൊരു വർണ്ണം നൽകിക്കഴിഞ്ഞു, അതോടുകൂടി ഞങ്ങളുടെ മതമാണ് ഏറ്റവും ശരിയെന്നുള്ള അവകാശവാദം ജൂതരും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിന് മുഹമ്മദ് കണ്ടെത്തിയൊരു മറുപടിയാണ്, അള്ളാഹു ഞങ്ങളെയാണ് ശരിക്ക് ചായ മുക്കിയിട്ടുള്ളത്, നിങ്ങളെയല്ല, ഞങ്ങളെ ചായ മുക്കിയത് ശരിയായ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അതേ സാധനം എടുത്തിട്ട് ഇവിടെ അങ്ങോട്ടും കൊടുക്കുകയാണ്. ജലാലൈനി തഫ്സീറിലും വാഹിദി തഫ്സീറിലും ഒക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ നടന്നിട്ടുണ്ട്. ദ ജൂസ് സെഡ് ടു ദ മുസ്ലിംസ്, വി ആർ ദ പീപ്പിൾ ഓഫ് ദി ഫസ്റ്റ് ബുക്ക് ആൻഡ് അവർ ഡയറക്ഷൻ ഓഫ് പ്രെയർ ഖിബ്ല ഈസ് മോർ ആൻഷ്യൻറ്റ് ആൻഡ് പ്രോഫറ്റ്സ് വെർ നെവർ സെൻറ്റ് ഫ്രം എമംഗ് ദി അറബ്സ്. ഇഫ് മുഹമ്മദ് വേർ എ പ്രോഫറ്റ് ഹി വുഡ് ഹാവ് ബീൻ വൺ ഓഫ് us. ദസ് ദ ഫോളോയിങ് വാസ് റിവീൽഡ്. അപ്പോൾ ജൂതന്മാർ പറഞ്ഞത് ഞങ്ങളുടെ കിതാബും ഞങ്ങളുടെ വേദഗ്രന്ഥവും ഞങ്ങളുടെ മതവുമാണ് ശരിയായ മതം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം ആദ്യമേ നിശ്ചയിച്ചു തന്ന കിബില, അതാണ് ജെറൂസലേമിലെ അവരുടെ സോളമൻ ടെമ്പിൾ, ആ കിബിലയാണ് യഥാർത്ഥ കിബില, അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ശരിയായ മാർഗത്തിലെത്തുള്ളൂ. മുഹമ്മദ് യഥാർത്ഥത്തിൽ ഒരു പ്രോഫറ്റാണെങ്കിൽ, ഒരു പ്രവാചകനാണെങ്കിൽ മുഹമ്മദ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു ജനിക്കേണ്ടിയിരുന്നത് എന്നും കൂടി അവർ പറഞ്ഞു.
ഇസ്രായേല്യരിൽ നിന്ന് മാത്രമേ പ്രവാചകന്മാർ വരുള്ളൂ, അതിൻ്റെ പുറത്തുനിന്ന് വരില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതനുസരിച്ച് ഇഫ് മുഹമ്മദ് വേർ എ പ്രോഫറ്റ് ഹി വുഡ് ഹാവ് ബീൻ വൺ ഓഫ് അസ്. മുഹമ്മദ് ഒരു പ്രോഫറ്റ് ആയിരുന്നു എങ്കിൽ മുഹമ്മദ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാകുമായിരുന്നു എന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്നാണ് സബബുൻ നുസൂലായിട്ട് എഴുതി വച്ചിട്ടുള്ളത്. ഇനി അതേ ആയത്തിന് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് സെഡ്, വെൻ എ ചൈൽഡ് വാസ് ബോൺ ഇൻ ടു ദ ക്രിസ്ത്യൻസ് they used to baptize him on the 7th day by dipping him in holy water in order to purify him. They claimed that this baptism takes the place of circumcision. Upon doing this, they used to say, now the child has become a true Christian, and so Allah revealed this verse. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങളെ കുട്ടികളെ മാമോദിസ മുക്കുന്നതോടുകൂടി ആ കുട്ടികൾ പരിശുദ്ധരാവുകയും ശരിയായ മാർഗത്തിലെത്തുകയും ചെയ്യും. ഇത് ജൂതന്മാർ ചേലാകർമ്മം നടത്തിക്കൊണ്ട് അവരുടെ മതത്തിൽ ആളെ ചേർത്തുന്നതിന് സമമായിട്ട് ഞങ്ങൾക്കുള്ള ആചാരമാണ്. അതനുസരിച്ച് ക്രിസ്ത്യാനിയായാൽ രക്ഷ കിട്ടും എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ള അവതരണ പശ്ചാത്തലം. നേരത്തെ പറഞ്ഞത് ക്രിസ്ത്യാനികളും ജൂതന്മാരും അത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ പറഞ്ഞതാണ് ഇത്. അള്ളാഹു ഞങ്ങളെയാണ് ചായ മുക്കിയിട്ടുള്ളത്, അള്ളാഹുവിനേക്കാൾ നന്നായി ചായ മുക്കുന്നവർ വേറെ ആരാണ്? അവനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇതാണ് അതിൽ പറഞ്ഞത്. ഇനി 139 വാക്യം പറയുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവാണല്ലോ. ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മഫലങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മഫലങ്ങളും. ഞങ്ങൾ അവനോട് ആത്മാർത്ഥത പുലർത്തുന്നവരുമാകുന്നു. അപ്പോൾ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ അത്യാവശ്യം മദീനയിൽ വെച്ച് തന്നെ മുഹമ്മദിനെ നന്നായിട്ട് പഞ്ഞിക്കിട്ടിരുന്നു. കാരണം അവരുടെ മതവും അവരുടെ വിശ്വാസങ്ങളും അവരുടെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ അവകാശവാദങ്ങളെല്ലാം തള്ളിക്കളയുകയും യുക്തിയുക്തം അത് പൊളിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ മുമ്പിൽ ഉത്തരം മുട്ടി മുഹമ്മദ് നടത്തുന്ന ബബ്ബ അടിക്കലാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം ജൂതന്മാരിൽ നിന്ന് അറബികളായ മദീനക്കാരായ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകളെ തെറ്റിച്ച് മാറ്റി നിർത്തുന്നതിനും അവരെ പിന്നീട് ആക്രമിക്കുന്നതിനും മാനസികമായി പരുവപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്ന് വ്യക്തം. 140 അതല്ല, ഇബ്രാഹീമും ഇസ്മായിലും ഇഷ്ഹാക്കും യാക്കൂബ് സന്തതികളും എല്ലാം തന്നെ യഹൂദരോ ക്രൈസ്തവരോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ചോദിക്കുക, നിങ്ങൾക്കാണോ കൂടുതൽ അറിവുള്ളത്, അതോ അള്ളാഹുവിനോ? അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതും തൻ്റെ പക്കലുള്ളതുമായ സാക്ഷ്യം മറച്ചുവെച്ചവനേക്കാൾ വലിയ അതിക്രമികൾ ആരുണ്ട്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. ഇവിടെ എല്ലാം ഉത്തരം മുട്ടിയപ്പോൾ അള്ളാഹുവിനേക്കാളും നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ അവരെ ആക്രമിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഈ അള്ളാഹുവാണ് ഇത് പറയുന്നത് എന്നത് അവരുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. മുഹമ്മദിൻ്റെ കൊള്ളയിൽ കൂടെ മുഹമ്മദ് അവകാശപ്പെടുന്നു എന്നല്ലാതെ എവിടെയാണ് അവിടെ അള്ളാഹു? അള്ളാഹുവാണ് പറയുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരിതിനെ ചോദ്യം ചെയ്യില്ലല്ലോ. അള്ളാഹുവാണ് അവരുടെ യഹോവ തന്നെയാണ് അള്ളാഹു എന്നും ആ അള്ളാഹു തന്നെയാണ് ഇത് പറയുന്നത് എന്നും ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് മക്കയിലെ 13 കൊല്ലവും ഇപ്പോൾ മദീനയിൽ എത്തിയിട്ടും അവർ മുഹമ്മദിൻ്റെ പിന്നാലെ കൂടിയത്. ആ തെളിവ് ചോദിച്ചതിനൊന്നും മുഹമ്മദ് ഒരു തെളിവും കൊടുത്തിട്ടില്ല. മുഹമ്മദ് ഉത്തരം മുട്ടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കാണോ അറിവ്, അള്ളാഹുവിനല്ലേ അറിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുതരം അഴകുഴമ്പൻ മറുപടി കണ്ടെത്തിയിട്ട് സ്വയം പരിഹാസ്യനാവുന്നതാണ് ഇവിടെ കാണുന്നത്. 141 അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കും, അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമല്ല. ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ കഥയാണ്. നിങ്ങൾ പ്രവർത്തിച്ചതിന് നിങ്ങൾക്ക് ഫലം കിട്ടും, അവർ പ്രവർത്തിച്ചതിന് അവർക്ക് ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് കൂടെ ഉള്ളവരോട് അവരെ തള്ളിപ്പറയാൻ ആവശ്യപ്പെടുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിബില മാറ്റം, അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ആ കിബില മാറ്റവും മുഹമ്മദിന് അത്യാവശ്യം നന്നായിട്ട് പണി കിട്ടിയ ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം.